Hi dear students, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻ ഓഫ് ആൾജിബ്രൈക് ആൻഡ് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻ്റെ തേർഡ് മെത്തേഡാണ്. അപ്പോൾ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വർക്കിംഗ് റൂൾ ഒന്ന് നമുക്ക് നോക്കാം. Let f of x is equal to 0 be the given equation. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഗിവൺ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അതിനാദ്യം എന്ത് ചെയ്യണം? ഈക്വൽ ടു 0 ബി ദ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എന്ന് കൊടുക്കുക. എപ്പോഴാണോ ഓപ്പോസിറ്റ് സൈൻ വരുന്നത് അപ്പോൾ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് നെഗറ്റീവാണ്, എഫ് ഓഫ് 1 ആണെങ്കിൽ നെഗറ്റീവാണ്, എഫ് ഓഫ് 2 വന്നപ്പോൾ പോസിറ്റീവായി അല്ലേ. അപ്പോൾ എഫ് ഓഫ് 1ഉം നെഗറ്റീവാണ്, എഫ് ഓഫ് 2ഉം പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ കിട്ടി. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 1 and 2 ആണ്. അപ്പോൾ നമുക്കിതിൽ എക്സ് നോട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ എക്സ് നോട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് 1 എടുക്കാം, അല്ലെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ, ഇടയ്ക്കുള്ള മിഡ് പോയിന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് ആയാലും കുഴപ്പമില്ല. ഈ 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്ന 1.5 എന്ന് വരുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. എക്സ് നോട്ട് 1 എടുത്താലും പ്രശ്നമില്ല, എക്സ് നോട്ട് 2 എടുത്താലും കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് എടുത്താലും നമുക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ ഫോർമുലയാണ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് 1 മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് എൻ ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് 1 ഈക്വൽ ടു എക്സ് 0 മൈനസ് എഫ് ഓഫ് എക്സ് 0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 0. സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് എൻ ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ എക്സ് 2 ഈക്വൽ ടു എക്സ് 1 മൈനസ് എഫ് ഓഫ് എക്സ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് 1. അപ്പോൾ ഇതുപോലെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേ പോകണം നമ്മൾ. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ നമുക്ക് ഈക്വൽ വാല്യൂസ് വരുന്നത് അപ്പോൾ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. ഒരു തേർഡ് ഫോർത്ത് അപ്രോക്സിമേഷനൊക്കെ വരുമ്പോഴേ നമുക്ക് ആൻസർ അങ്ങ് കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇപ്പോൾ ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ഇക്വേഷൻ 3x ഈക്വൽ ടു cos x പ്ലസ് 1 കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസ് ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട് 3x മൈനസ് കോസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. പിന്നെ ഇത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആയതുകൊണ്ട് എപ്പോഴും റേഡിയൻ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. കാൽക്കുലേറ്ററിൽ റേഡിയൻ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ. ഇനി നമ്മൾ പുട്ട് എക്സ് ഈക്വൽ ടു 0, 1, 2 എന്നെല്ലാം കൊടുക്കുക. ഇപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -2 എന്ന് കിട്ടി. ഇപ്പോൾ നെഗറ്റീവാണ്. എഫ് ഓഫ് 1 എന്ത് കിട്ടി? 1.4596 എന്ന് കിട്ടി. അത് പോസിറ്റീവാണ്. ഇപ്പോൾ എഫ് ഓഫ് 0 നെഗറ്റീവാണ്, എഫ് ഓഫ് 1 എന്ന് പറയുന്നതും പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 0 and 1 ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 0, 1 ആണ് വന്നിരിക്കുന്നത് നമുക്ക് വാല്യൂസ്. അപ്പോൾ 0 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.5 ആയിരിക്കും. അപ്പോൾ 0 എടുത്താലും പ്രശ്നമില്ല, 1 എടുത്താലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസാണ് ഈ 0.5 എന്ന് പറയുന്നത്. അതെടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഇനി എഫ് ഡാഷ് എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x മൈനസ് കോസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? 3 + sin x ആണ്. 3 + sin x. ഇപ്പോൾ ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കറിയാം എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് 1 മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ മൈനസ് 1 ആണ്. ഇനി ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് എൻ ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് 1 ഈക്വൽ ടു എക്സ് 0 മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് 0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 0. ഇപ്പോൾ എക്സ് 0 എന്ന് പറയുന്നത് 0.5 ആണല്ലോ. അപ്പോൾ 0.5 മൈനസ് ഇനി ഫംഗ്ഷൻ ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0.5. അപ്പോൾ -3 × 0.5 മൈനസ് കോസ് 0.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സിൽ എക്സ് നോട്ട് വാല്യൂ കൊടുക്കുക. അപ്പോൾ 3 + sin × 0.5. അപ്പോൾ 0.5 മൈനസ് -0.37758 ഡിവൈഡഡ് ബൈ 3.47942. അപ്പോൾ 0.5 + 0.10851. അപ്പോൾ 0.6085 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷനാണ് പുട്ട് എൻ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് 2 ഈക്വൽ ടു എക്സ് 1 മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് 1. ഇപ്പോൾ എക്സ് 1 എന്ന് പറയുന്നത് 0.6085 ആണ്. അപ്പോൾ 0.6085 മൈനസ് 3 × 0.6085 മൈനസ് കോസ് 0.6085 ഡിവൈഡഡ് ബൈ 3 + sin 0.6085. അപ്പോൾ 0.6085 മൈനസ് 0.00499 ഡിവൈഡഡ് ബൈ 3.57163. ഇപ്പോൾ 0.6085 മൈനസ് 0.00139 0.6071.
തേർഡ് അപ്രോക്സിമേഷൻ ആണ് പുട്ട് n ഈക്വൽ ടു 3. അപ്പോൾ x3 ഈക്വൽ ടു x2 മൈനസ് ഫംഗ്ഷൻ ഓഫ് x2 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x2. 0.6071 minus 3 into 0.6071 minus cos 0.6071 divided by 3 plus sin 0.6071. 0.6071 minus 0.0000589 divided by 3.5704. 0.6071 plus 0.000001649 0.6071. അപ്പോൾ നേരത്തെ നമുക്ക് സെക്കൻഡ് അപ്രോക്സിമേഷൻ വന്നപ്പോഴും എന്താണ് 0.6071 ആണ് അല്ലേ, 0.6071 ആണ്. അപ്പോൾ തേർഡ് അപ്രോക്സിമേഷൻ വന്നപ്പോഴും എന്താണ് 0.6071 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് അപ്രോക്സിമേഷൻ ഫോർത്ത് അപ്രോക്സിമേഷൻ ഒക്കെ ആകുമ്പോഴേ നമുക്ക് ആൻസർ അങ്ങ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ റെക്കോർഡ് റൂട്ട് എന്തായിരിക്കും 0.6071 ആണ്. അപ് ടു 4 ഡെസിമൽ പ്ലേസസ്. 4 ഡെസിമൽ പ്ലേസസിൽ കറക്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x raised to 4 minus x minus 9 equal to 0 by Newton-Raphson method. Correct to 3 places of decimals. ഇത് algebraic equation ആണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഓഫ് x is equal to x raised to 4 minus x minus 9 equal to 0. പിന്നെ f of 0 എന്ന് പറയുന്നത് -9 ആണ്, നെഗറ്റീവ് ആണ്. f of 1 എന്താണ്? അതും -9 ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ f of 2 എന്ത് കിട്ടും? 16 minus 2 minus 9 equal to 5, പോസിറ്റീവ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് 1 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് 2 പോസിറ്റീവ് ആണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 1 and 2 ആണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഞാൻ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റ്സ് എടുത്തു, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇനി എക്സ് നോട്ട് നമുക്ക് എന്തെടുക്കാം? 2 എന്നും എടുക്കാം അല്ലേ. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ത് വരും? 4x³ - 1 ആണ്. ഇനി ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കറിയാം xn ഈക്വൽ ടു xn - 1 മൈനസ് ഫംഗ്ഷൻ ഓഫ് xn - 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് xn - 1 ആണ്. പിന്നെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു h0 മൈനസ് ഫംഗ്ഷൻ ഓഫ് h0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് h0. ഇപ്പോൾ 2 മൈനസ് 5/31. ഇപ്പോൾ 2 മൈനസ് 0.1612 1.8388. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് n ഈക്വൽ ടു 2. ഇപ്പോൾ x2 ഈക്വൽ ടു h1 മൈനസ് ഫംഗ്ഷൻ ഓഫ് h1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് h1. 1.8388 മൈനസ് 0.59361 divided by 23.8692. 1.8388 minus 0.02486. 1.81394. The third approximation ആണ് put n equal to 3. x3 equal to h2 minus function of h2 divided by f dash of h2. 1.81394 minus 0.021264 divided by 22.8741. 1.81394 minus 0.00055. 1.81339. Next fourth approximation ആണ് put n equal to 4. x4 equal to s3 minus function of h3 divided by f dash of h3. 1.81339 minus 0.0000746 divided by 22.85248. 1.81339 minus 0.000003264. 1.81339. ഇപ്പോൾ ഇവിടെ തേർഡ് അപ്രോക്സിമേഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടി? 1.81339 ആണ്. അതുപോലെ ഫോർത്ത് അപ്രോക്സിമേഷനിൽ വന്നപ്പോൾ എന്ത് കിട്ടി? 1.81339 ആണ്. അപ്പോൾ നമ്മുടെ റെക്കോർഡ് റൂട്ട് എന്തായിരിക്കും? 1.813. നമുക്കിതിൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് കറക്റ്റ് ടു 3 പ്ലേസസ് ഓഫ് ഡെസിബൽസ് അല്ലേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ആൻ ഐറ്ററേറ്റീവ് ഫോർമുല ഫോർ kth root of n where n is a positive number and hence evaluate cube root of 11 by Newton-Raphson method. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ kth റൂട്ട് ഓഫ് n തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഡിനോട്ട് ചെയ്യുക. ആ തന്നിരിക്കുന്ന ഗിവൺ kth റൂട്ട് ഓഫ് എന്നിനെ എഡ്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു kth റൂട്ട് ഓഫ് n. ഇപ്പോൾ kth റൂട്ട് ഓഫ് n നമുക്ക് എങ്ങനെ എഴുതാം? n raised to 1/k. ഇപ്പോൾ x raised to k
എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് എന്തായിരിക്കും n ആണ് അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു കെ മൈനസ് n ഈക്വൽ ടു 0. അപ്പോൾ അതിനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു കെ മൈനസ് n ഈക്വൽ ടു 0. ഇനി നമുക്ക് എഫ് ഡാഷ് എക്സ് വേണം. അപ്പോൾ കെ ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് 1. ഇനി ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫോർമുല അറിയാം. എച്ച് എൻ ഈക്വൽ ടു എച്ച് എൻ മൈനസ് 1 മൈനസ് ഫംഗ്ഷൻ ഓഫ് എച്ച് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എച്ച് എൻ മൈനസ് 1. ഇപ്പോൾ എച്ച് എൻ മൈനസ് 1 മൈനസ് എന്തായിരിക്കും എച്ച് എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എച്ച് എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എച്ച് എൻ മൈനസ് 1. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടിയല്ലോ. ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 എന്തായിരിക്കും എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ ആണ് അല്ലേ. ഫംഗ്ഷൻ ഓഫ് എക്സ് നമുക്ക് നേരത്തെ കിട്ടി എക്സ് റേസ് ടു കെ മൈനസ് എൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 എന്തായിരിക്കും എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്താണ് കെ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ മൈനസ് 1. അതിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇപ്പോൾ കെ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ. എക്സ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ മൈനസ് 1 എന്ന് പറയുമ്പം എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ എന്ന് വരും. ഈ മൈനസ് എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ പ്ലസ് എൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു എന്താണ്? ഈ എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ കോമൺ ഫാക്ടർ ആണ് ന്യൂമറേറ്ററിൽ. അപ്പോൾ കെ മൈനസ് 1 ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ പ്ലസ് എൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 റേസ് ടു കെ മൈനസ് 1. അതിനെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി വിച്ച് ഈസ് ദ റിക്വേർഡ് ഐട്രേറ്റീവ് ഫോർമുല ഫോർ കെത്ത് റൂട്ട് ഓഫ് എൻ. ഇപ്പോൾ കെത്ത് റൂട്ട് ഓഫ് എന്നിൻ്റെ ഐറ്ററേറ്റീവ് ഫോർമുലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ഈ ഐട്രേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കെത്ത് റൂട്ട് ഓഫ് എന്നിന് നമുക്ക് ഫോർമുല കിട്ടി. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? Hence evaluate cube root of 11 by Newton-Raphson method. ഇപ്പോൾ given that capital N equal to 11, K equal to 3 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 11 അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 11. അത് ഈ ഫോർമുലയിലാണ് കൊടുത്തത്. എക്സ് റേസ് ടു കെ മൈനസ് എൻ ഈക്വൽ ടു 0 എന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ കൊടുത്തത് എക്സ് ക്യൂബ് മൈനസ് 11. ഇനി എഫ് ഓഫ് 0 എന്ന് പറയുന്നത് മൈനസ് 11 ആണ്, നെഗറ്റീവ് ആണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് മൈനസ് 10 ആണ്, നെഗറ്റീവ്. എഫ് ഓഫ് 2 എന്താണ്? മൈനസ് 3, അതും നെഗറ്റീവ് ആണ്. എഫ് ഓഫ് 3 വന്നപ്പോൾ 16 എന്ന് കിട്ടി, പോസിറ്റീവ് ആണ് അല്ലേ. ഇപ്പോൾ എഫ് ഓഫ് 2 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് 3 പോസിറ്റീവ് ആണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2 and 3 ആണ്. ഇനി എച്ച് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ഇൻറ്റു ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് എൻ മൈനസ് 1 റേസ് ടു 3 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എച്ച് എൻ മൈനസ് 1 സ്ക്വയർ. ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2.5 എന്ന് നമ്മൾ എടുത്തു. എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എന്ന് കിട്ടി. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3 ആണ്. അപ്പോൾ 2 ഉം 3യുടെ മിഡ് പോയിന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 2.5 എന്ന് നമ്മൾ എടുത്തു അല്ലേ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് പുട്ട് n ഈക്വൽ ടു 1. ഈ എക്സിൻ്റെ ഈ വാല്യൂവിൽ പുട്ട് n ഈക്വൽ ടു 1 നമ്മൾ കൊടുക്കണം. അപ്പോൾ x1 ഈക്വൽ ടു എന്ത് വരും? 2h0 ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു h0 സ്ക്വയർ ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 2.5 ദ ഹോൾ ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2.5 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ 2.2533 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? പുട്ട് n ഈക്വൽ ടു 2 ആണ്. ഇപ്പോൾ h2 ഈക്വൽ ടു 2h1 ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു h1 സ്ക്വയർ. ഇപ്പോൾ 2 ഇൻറ്റു 2.2533 ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2.2533 സ്ക്വയർ. ഇപ്പോൾ 2.2244 എന്ന് വരും. ഇനി തേർഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുട്ട് n ഈക്വൽ ടു 3. ഇപ്പോൾ h3 ഈസ് ഈക്വൽ ടു 2h2 ക്യൂബ് പ്ലസ് 11. ഇപ്പോൾ 2 ഇൻറ്റു 2.2244 ദ ഹോൾ ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2.2244 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ 2.2240 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ ഫോർത്ത് അപ്രോക്സിമേഷൻ ആണ്. പുട്ട് n ഈക്വൽ ടു 4. ഇപ്പോൾ h4 എന്ന് പറയുന്നത് 2h3 ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3h3 സ്ക്വയർ ആണ്. അപ്പം എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു 2.2240 ദ ഹോൾ ക്യൂബ് പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2.2240 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2.2240 എന്ന് വരും അല്ലേ. തേർഡ് അപ്രോക്സിമേഷൻ വന്നപ്പോഴും 2.2240 എന്ന് കിട്ടി. ഇനി ഫോർത്ത് അപ്രോക്സിമേഷൻ വന്നപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 2.2240 ആണ്. അപ് ടു 4 ഡെസിമൽ പ്ലേസസ്. ഹെൻസ് ക്യൂബ് റൂട്ട് ഓഫ് 11 എന്താണ്? 2.2240 ആണ് അല്ലേ.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ നോക്കി തന്നെ പഠിക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.